ഇനി ദേശചരിതം. UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന കടങ്ങോട് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDFിന് തുടർഭരണം ഉണ്ടായതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെയും ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചരിത്രത്തിൽ ആദ്യമായി 2 അംഗങ്ങളെ സഭയിലേക്ക് എത്തിച്ച് BJP അത്ഭുതം കാണിച്ചപ്പോൾ കോൺഗ്രസ് കേവലം 3 സീറ്റിൽ മാത്രമായി ഒതുങ്ങി. ഇക്കുറി മുന്നണികൾ തമ്മിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ചരിത്രം, സാംസ്കാരികം, ഭൂപ്രകൃതി എന്നിവ കൊണ്ട് ഏറെ സവിശേഷതകളുള്ള പഞ്ചായത്താണ് കടങ്ങോട്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDFിനും LDFിനും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണ്. ഇരു മുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഭരണം കൈയാളുന്നത് LDF ആണ്. നിലവിലെ ഭരണസമിതിയിൽ BJPയും ഇടം നേടിയെന്നതും ശ്രദ്ധേയമാണ്. കുന്നംകുളം താലൂക്കിൽപ്പെട്ട ചൊവ്വന്നൂർ ബ്ലോക്കിൽ 32.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് കടങ്ങോട്. വേലൂർ, ചൂണ്ടൽ, എരുമപ്പെട്ടി, പോർക്കുളം, കടവല്ലൂർ, ചൊവ്വന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കടങ്ങോട് പഞ്ചായത്തിൽ 35,738 ജനസംഖ്യ. കൈക്കുളങ്ങര രാമവാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധി നേടിയ ഈ പഞ്ചായത്ത് സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉൾപ്പെടെ അനേകം മഹാരഥന്മാരുടെ ജന്മഭൂമിക കൂടിയാണ്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ചെറമനങ്ങാട് കുടക്കല്ല് പറമ്പും എയ്യാൽ ഗുഹയും വിനോദസഞ്ചാര കേന്ദ്രമായ കടങ്ങോട് മല്ലൻകുഴിയും കടങ്ങോട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലൻപടിയിലെ ചെണ്ട നിർമ്മാണ കേന്ദ്രവും ഏറെ പ്രസിദ്ധമാണ്. UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ 2020 LDFിന് തുടർഭരണമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി 2 BJP അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ 18 വാർഡുകളിൽ 11 വാർഡ് CPMും 1 സീറ്റ് CPIയും സ്വന്തമാക്കി. 12 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF ഭരണം നിലനിർത്തി. കോൺഗ്രസ് 3 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി. ചരിത്രത്തിൽ ആദ്യമായി BJP അംഗങ്ങളും 1 ലീഗ് സ്വതന്ത്രനും ഭരണസമിതിയിൽ ഇടം നേടി. CPMിലെ മീന സാജനാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. വാർഡ് വിഭജനത്തിൽ 3 വാർഡുകൾ കൂടി വർദ്ധിച്ച് ആകെ 21 വാർഡുകളായിട്ടുണ്ട്. UDFിന്റെ ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു എക്കാലവും കടങ്ങോട് പഞ്ചായത്ത്. 2015 തെരഞ്ഞെടുപ്പിലാണ് UDFിന്റെ അടിത്തറ ഇളകിയത്. ലീഗിന് അർഹമായ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വലിയൊരു വിഭാഗം UDF വിട്ട് ജനകീയ വികസന മുന്നണി രൂപീകരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ചു. ഇതോടെ LDF വൻ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. 2020 സീറ്റ് തർക്കത്തെ തുടർന്ന് മുന്നണി സംവിധാനം വിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും തനിച്ചാണ് മത്സരിച്ചത്. ലീഗുമായുള്ള ഭിന്നിപ്പും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും കോൺഗ്രസിനെ ഇത്തവണയും കടുത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടു. 5 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് സമഗ്ര വികസനത്തിന്റെ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് LDF ഭരണസമിതി അവകാശപ്പെടുന്നു. അതിദാരിദ്ര്യമുക്തം, ലൈഫ് ഭവനം, റോഡ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കൃഷി, ജലസേചനം, മൃഗസംരക്ഷണം, അംഗനവാടികൾ, തൊഴിലുറപ്പ്, പട്ടികജാതി പട്ടികവർഗ ശിശു യുവജന വികസനം, സാമൂഹ്യ നീതി, കലാകായികം, വിദ്യാഭ്യാസം, ശുചിത്വം, ടൂറിസം തുടങ്ങി സമസ്ത മേഖലകളിലും വിസ്മയകരമായ വികസനം നടപ്പിലാക്കിയെന്ന് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. ഏകദേശം 214 കോടികൾക്ക് കൂടുതൽ തുക നമ്മൾ ഓരോ മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തരിശുരഹിത കൃഷിയുള്ള ഒരു പഞ്ചായത്തായി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഒപ്പം തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം, സബ് സെൻറ്ററിൽ നമുക്ക് 5 സബ് സെൻ്ററാണ് നമുക്കുള്ളത്. അതിലൊരു സബ് സെൻ്റർ നാമാവശേഷമായി കിടന്നിരുന്നത് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാനുള്ള രീതിയിലേക്കുള്ള 55 ലക്ഷം രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിടപ്പണി പൂർത്തീകരിക്കാൻ നിലയിലേക്ക് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ 2 ഡോക്ടർമാരുണ്ടായിരുന്ന ഉച്ചവരെ OP ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റൽ ഇപ്പോൾ വൈകിട്ട് വരെ OPയും 3 ഡോക്ടർമാരും 3 ഫാർമസിസ്റ്റും ഒരു ലാബും ലാബ് ടെക്നീഷ്യനും കൂടിയുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. LDFിലെ പ്രധാന കക്ഷിയായ CPI പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടയ്ക്കിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതും CPMന് തലവേദന സൃഷ്ടിച്ചിരുന്നു. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. പാർപ്പിടം, കുടിവെള്ളം, റോഡുകൾ, കാർഷികം, ആരോഗ്യം, കായികം, വ്യവസായം, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങി സർവ്വമേഖലകളിലും LDF ഭരണസമിതി വൻ പരാജയമായിരുന്നു. ഭൂരിഭാഗം ഗ്രാമീണ റോഡുകളും തകർന്ന് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയിലായി. കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കിയില്ല. കാട്ടുപന്നി, കുരങ്ങുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തത് കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഭവനരഹിതരും പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ലാത്തവരും ഓരോ വാർഡുകളിലും നിരവധിയാണ്. 2019 ശേഷം ഭവന നിർമ്മാണത്തിന് നിലവിലെ ഭരണസമിതി ഒരു അപേക്ഷ പോലും സ്വീകരിച്ചില്ല.
ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കൃത്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള യാതൊരു സൗകര്യവും ചെയ്തു നൽകിയില്ല. ഉള്ള ഗ്രൗണ്ടുകൾ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. പല അംഗൻവാടികളുടെയും അവസ്ഥ പരിതാപകരമാണെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നും ജീവനക്കാരുമില്ലെന്നും പ്രതിപക്ഷത്തെ കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. ലൈഫ് മിഷന്റെ പിന്നെ ഭയങ്കര ഇതാണ്. എൻ്റെ വാർഡിൽ തന്നെ ഉണ്ട് 16 പേര് വീടിന്. അതിനാകെ 5-6 ആൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൂടാതെ സ്ഥലത്തിന് കൊടുത്തവര് 10-21 പേരുണ്ട്. ആകെ 2 പേർക്ക് കിട്ടിയുള്ളത്. വിധവകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതാണ്. ഒരു കഴിവില്ലാത്ത പാവപ്പെട്ട വിധവകളുണ്ട്. അവർക്ക് ഇതുവരെ ലൈഫിന് ആകെ 2 പേർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം 21 പേർക്ക്. ഗ്രാമീണ റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു റോഡ് പണിതാൽ 6 മാസം കൊണ്ട് തകർന്നു പോവുക. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രാമീണ റോഡുകൾ 100 കണക്കിന് റോഡുകൾക്ക് വാർഡ് മെമ്പർമാർ അപേക്ഷ വെച്ചിട്ടുണ്ട്. ആ റോഡുകളൊന്നും കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1-2 റോഡുകൾ വെച്ചിട്ടാണ് ഓരോ വാർഡുകളിൽ കൊടുത്തിട്ടുള്ളത്. ആ മേഖല സമസ്ത മേഖലയിലേക്ക് ഉൾപ്പെടുന്ന രീതിയിൽ ആ റോഡ് മേഖലയും പാടെ അവഗണിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. തെരുവ് പട്ടികളുടെ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പോലും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അതിനുവേണ്ട ഒരു നടപടിയും ചെയ്തിട്ടില്ല. ഒട്ടനവധി കേന്ദ്ര ഫണ്ടുകൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് കൃത്യമായി ഉപയോഗിക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്ന ആക്ഷേപവും BJPക്കുണ്ട്. ഭരണസമിതിക്കെതിരെ ജനവികാരമുണർത്താൻ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസും BJPയും രംഗത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് LDFന്റെ പ്രതികരണം. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചെറമ്മനങ്ങാട് കുടക്കൽ പറമ്പും എയ്യാൽ ഗുഹയും കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് കടങ്ങോട് പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ നീണ്ട പട്ടിക ഉയർത്തിക്കാട്ടി LDF തുടർ ഭരണത്തിന് ശ്രമിക്കുമ്പോൾ UDFിലെ ഐക്യം ഊട്ടിയുറപ്പിച്ചും വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് UDF. അതോടൊപ്പം തന്നെ ഭരണസമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് BJPയും. പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.